നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്ന ബാവിക്കര റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. 27 കോടി രൂപ ചിലവ് കണക്കാക്കുന്ന പദ്ധതി രേഖ പൂർത്തിയായി. കുമ്പള ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ വൻ കവർച്ചാശ്രമം. 4 ലക്ഷത്തോളം വില വരുന്ന വെള്ളി ആഭരണങ്ങളും ഫലകങ്ങളും അടർത്തി മാറ്റിയ നിലയിൽ. ഓട്ടോയിൽ ടാങ്കർ ലോറി ഇടിച്ച് ഡ്രൈവർ മരണപ്പെട്ടു. കുമ്പള കോയിപ്പാടി കടപ്പുറം സ്വദേശി മുഹമ്മദ് റഫീഖാണ് മരണപ്പെട്ടത്. കേസുകൾ സംബന്ധിച്ച വിവരങ്ങൾ ആവശ്യക്കാർക്ക് ഇനി നേരിട്ട് ലഭ്യമാകും. കേന്ദ്ര സർക്കാരിന്റെ മാതൃകാ കോടതി പദ്ധതി പ്രകാരമാണ് ജില്ലയിൽ കിയോസ്കുകൾ അനുവദിച്ചത്. കാസർഗോഡ് നഗരത്തിലെ അടച്ചുപൂട്ടിയ വിദേശ മദ്യവിൽപ്പനശാല കൂളിക്കുന്നിലേക്ക് മാറ്റുന്നതിൽ പ്രതിഷേധിച്ചുള്ള സമരം 75ാം ദിവസം പിന്നിടുന്നു. നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മെയ് 19-ന് നിൽപ്പ് സമരം സംഘടിപ്പിക്കും. ലോകപ്രശസ്തമായ ശബരിമല ക്ഷേത്ര സമുച്ചയത്തിന്റെ മാതൃക മരത്തിൽ ആവിഷ്കരിച്ച് പെരുവാമ്പയിലെ പുതിയ വീട്ടിൽ രതീഷ് മാതൃകയാകുന്നു. സർഗപരമായ കഴിവുകളെ കലാചാരുതയോടെ ആവിഷ്കരിച്ച് കലാരംഗത്ത് പുതുവഴി തേടുകയാണ് ഈ കലാകാരൻ. വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്ന ബാവിക്കര റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതിക്ക് 1 മാസത്തിനകം ഭരണാനുമതി ലഭിക്കും. 27 കോടി രൂപ ചിലവ് കണക്കാക്കുന്ന പദ്ധതി രേഖ പൂർത്തിയായി. ഭരണാനുമതി ലഭിച്ചാലുടൻ ടെൻഡർ നടപടി ആരംഭിക്കുന്നതിലൂടെ ഏറെ നാളായുള്ള കുടിവെള്ള പ്രശ്നത്തിനാണ് പരിഹാരമാകുന്നത്. 3 മാസത്തിനകം നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാനാകുമെന്നാണ് സബ്ജക്ട് കമ്മിറ്റി യോഗം വിലയിരുത്തിയത്. യോഗത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ്, NA നെല്ലിക്കുന്ന് MLA, ഉദ്യോഗസ്ഥർ, മറ്റു കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കാസർകോട്ടെ ജനങ്ങൾ ഉപ്പുവെള്ളം കുടിക്കുന്ന വിഷയം ധനാഭ്യർത്ഥന ചർച്ചയിൽ നെല്ലിക്കുന്ന് നിയമസഭയിൽ വിശദമായി അവതരിപ്പിച്ചിരുന്നു. കാസർകോട്ടെ ഉപ്പുവെള്ള പ്രശ്നം ഇനിയും പരിഹരിച്ചില്ലെങ്കിൽ ജനങ്ങൾ തന്നെ തല്ലിക്കൊല്ലുമെന്നും അതിനാൽ നാട്ടിലേക്ക് തന്നെ പോകാൻ ഭയമാണെന്നും അദ്ദേഹം ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിരുന്നു. 30 വർഷമായി കാസർകോട്ടെ ജനങ്ങൾ ഉപ്പുവെള്ളം കുടിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ക്ഷമയുള്ള ജനങ്ങൾ കാസർകോട്ടുകാരായതുകൊണ്ടാണ് ഇതുവരെ മിണ്ടാതിരുന്നത്. ക്ഷമയ്ക്കൊരു നോബൽ സമ്മാനമുണ്ടെങ്കിൽ അത് കാസർകോട്ടുകാർക്ക് കൊടുക്കണമെന്നും NA നെല്ലിക്കുന്ന് MLA സഭയിൽ പറഞ്ഞു. ബാവിക്കരയിൽ നിന്ന് കാസർകോട്ടേക്കുള്ള പൈപ്പ് ലൈൻ മാറ്റുന്ന പ്രവൃത്തി ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും കരാറുകാരന് കൊടുക്കേണ്ട 15 ലക്ഷം രൂപ നൽകാത്തതു മൂലമാണിത് സംഭവിച്ചതെന്നും MLA കൂട്ടിച്ചേർത്തു. കുമ്പള ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ വൻ കവർച്ചാശ്രമം. 4 ലക്ഷത്തോളം വില വരുന്ന വെള്ളി ആഭരണങ്ങളും ഫലകങ്ങളും അടർത്തി മാറ്റിയ നിലയിൽ. കവർച്ചാശ്രമത്തിനിടയിൽ ക്ഷേത്ര പൂജാരിയെ കണ്ട മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെട്ടു. ശ്രീകോവിലിന് പുറത്ത് സോപാനത്തിന്റെ 2 ചുമരുകളിൽ മരത്തിൽ തീർത്ത ജയവിജയദേവന്റെ വിഗ്രഹത്തിൽ ചാർത്തിയ മുഖാവരണവും വെള്ളിയാഭരണങ്ങളും അടർത്തിയെടുത്ത് ചാക്കിൽ കെട്ടിയ നിലയിലാണ്. ശ്രീകോവിലേക്ക് കയറുന്ന 3 പടികളിൽ ചെമ്പ് തകിടും വെള്ളിത്തകിടും വിരിച്ചിരുന്നു. 2 പടികളിലെ വെള്ളിയാഭരണങ്ങൾ അടർത്തിയ നിലയിലാണ്. ശ്രീകോവിലിന്റെ പൂട്ട് പൊളിച്ചിട്ടുണ്ടെങ്കിലും വാതിലിന് മറ്റൊരു രഹസ്യപൂട്ടുള്ളതിനാൽ അത് കണ്ടെത്താനോ പൊളിക്കാനോ കഴിഞ്ഞിട്ടില്ല. പുലർച്ചെ 3:30 മണിക്ക് പൂജാരി എത്തും മുമ്പേ ക്ഷേത്രത്തിന്റെ മുൻവശത്തെ ഗേറ്റ് തുറക്കാൻ കാവൽക്കാരൻ P. ലക്ഷ്മണ പോകുമ്പോഴാണ് മേൽക്കൂരയ്ക്ക് മുകളിൽ ശബ്ദം കേട്ട് നോക്കിയത്. ഞാനിപ്പോൾ പതിവിൽ 2:30 മണിക്ക് ക്ഷേത്രത്തെ ചുറ്റി വരുന്നു. 2:30 മണിക്ക് ശേഷം അവിടെ പോയിട്ടിരുന്നു. പക്ഷേ 3:30 മണിക്ക് മേശാന്തി വരുന്നുണ്ട്. 3:15 മേശാന്തി വരുന്നു. അപ്പോൾ ഞാൻ 3:15 എണിച്ചിട്ട് പ്രധാന കവാടം തുറന്നിട്ട് നോക്കുമ്പോൾ ഇവിടെ വന്നിട്ട് നോക്കുവാണ് മുകളിൽ ഒരാൾ കാലിങ്ങനെ. ക്ഷേത്ര കവർച്ചക്കാരിൽ അടുത്തിടെ ജാമ്യത്തിലിറങ്ങിയവരെ ചുറ്റിപ്പറ്റിയ അന്വേഷണം നടന്നുവരുന്നു. ക്ഷേത്രതന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ശുദ്ധീകരണം നടത്തി രാവിലെ പൂജകൾ ആരംഭിച്ചു. ശ്രീകോവിലിനകത്ത് കയറാത്തതിനാൽ പൂജകളൊന്നും മുടക്കമില്ലാതെ നടന്നതായി ക്ഷേത്രം മാനേജർ പറയുന്നു. കവരാൻ ശ്രമിച്ച വെള്ളിയാഭരണങ്ങൾക്ക് 3 കിലോ തൂക്കം വരും. ഏകദേശം 2 ലക്ഷം രൂപ വില മതിക്കുമെന്നാണ് പറയുന്നത്. ഓട്ടോയിൽ ടാങ്കർ ലോറി ഇടിച്ച് ഡ്രൈവർ മരണപ്പെട്ടു. കുമ്പള കോയിപ്പാടി കടപ്പുറം സ്വദേശിയും ചൌക്കി മജലിൽ താമസക്കാരനുമായ മുഹമ്മദ് റഫീഖാണ് മരണപ്പെട്ടത്. മൊഗ്രാൽ പുത്തൂർ പാലത്തിനടുത്തായിരുന്നു അപകടം. നിർത്താതെ പോയ ലോറി കുമ്പളയിൽ വെച്ച് നാട്ടുകാർ പിടികൂടി.
വ്യാഴാഴ്ച പുലർച്ചെ 2:30 മണിക്ക് ദേശീയപാതയിൽ മൊഗ്രാൽ പാലത്തിന് സമീപമാണ് അപകടം നടന്നത്. കുമ്പളയിൽ നിന്ന് ചൌക്കിയിലെ താമസ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് അപകടം. റഫീഖ് ഓടിച്ച ഓട്ടോയിൽ മംഗലാപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറി ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് നിർത്താതെ പോയ ടാങ്കർ ലോറി കുമ്പളയിൽ വെച്ച് നാട്ടുകാർ പിന്തുടർന്ന് പിടിക്കുകയായിരുന്നു. കോയിപ്പാടി കടപ്പുറത്തെ ബെടുവൻകുഞ്ഞി ജമീല ദമ്പതികളുടെ മകനാണ്. ഭാര്യ ആയിഷ, റിഹാൽ, റിസ എന്നിവർ മക്കളാണ്. കാസർഗോഡ് ജില്ലാ കോടതി സമുച്ചയത്തിൽ ആരംഭിച്ച കിയോസ്കുകളിലൂടെ കേസുകൾ സംബന്ധിച്ച വിവരങ്ങൾ ഇനി ആവശ്യക്കാർക്ക് നേരിട്ട് ലഭ്യമാകും. ടച്ച് സ്ക്രീൻ സംവിധാനത്തോടെയുള്ള കിയോസ്കിൽ പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ കണ്ടെത്താനുള്ള സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ മാതൃകാ കോടതി പദ്ധതി പ്രകാരമാണ് ജില്ലയിൽ കിയോസ്കുകൾ അനുവദിച്ചത്. കക്ഷികൾക്ക് തങ്ങളുടെ കേസുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുവാൻ ബെഞ്ച് ഡെസ്കിൽ ബെഞ്ച് ക്ലർക്കിന്റെയോ അഭിഭാഷകരുടെയോ സഹായമില്ലാതെ സ്വയം കണ്ടെത്തുവാനാകും. കിയോസ്കുകളിലൂടെ കാസർഗോഡ് ജില്ലാ കോടതി സമുച്ചയത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ കോടതികളിലെയും വിവരങ്ങൾ ലഭിക്കും. കക്ഷികളുടെ കേസിന്റെ നിലവിലെ അവസ്ഥ, ഏതു കോടതിയിലാണ് തങ്ങളുടെ കേസുകൾ നടക്കുന്നത്, എത്രാമത്തെ കേസാണ് എന്നിങ്ങനെ കേസ് സംബന്ധിച്ച എന്തു കാര്യവും കിയോസ്കിലൂടെ ലഭ്യമാകും. കേസ് നമ്പർ, FIR നമ്പർ, കക്ഷിയുടെ പേര്, കേസ് ഫയലിംഗ് നമ്പർ, CNR നമ്പർ ഇവയിൽ ഏതെങ്കിലും ടച്ച് സ്ക്രീനിലൂടെ നൽകിയാൽ സിവിൽ ക്രിമിനൽ കേസ് സംബന്ധമായ എന്തു വിവരവും ഞൊടിയിടയിൽ അറിയുവാൻ കഴിയും. പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ 5 വരെ സമയങ്ങളിൽ കിയോസ്കുകൾ പ്രവർത്തിക്കും. കിയോസ്കുകളുടെ ഉദ്ഘാടനം ജില്ലാ ജഡ്ജി S. മനോഹർ കിനി നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ മാതൃകാ കോടതി പദ്ധതി പ്രകാരമാണ് കാസർഗോഡിന് കിയോസ്കുകൾ അനുവദിച്ചതും പ്രവർത്തനം ആരംഭിച്ചതും. കിയോസ്കുകൾക്ക് പുറമെ ജില്ലാ കോടതിയിലും മജിസ്ട്രേറ്റ് കോടതിയിലും കേസ് ഡിസ്പ്ലേ സ്ക്രീൻ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്ക്രീനിലൂടെ കക്ഷികൾക്ക് തങ്ങളുടെ കേസ് എപ്പോൾ വിളിക്കുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയുവാൻ കഴിയും. ജില്ലാ കോടതി സമുച്ചയത്തിൽ ജുഡീഷ്യൽ സർവീസ് സെന്ററും ഉടൻ പ്രവർത്തനം ആരംഭിക്കും. കാസർഗോഡ് നഗരത്തിലെ അടച്ചുപൂട്ടിയ വിദേശ മദ്യവിൽപ്പനശാല കൂളിക്കുന്നിലേക്ക് മാറ്റുന്നതിൽ പ്രതിഷേധിച്ചുള്ള സമരം 75 ദിവസം പിന്നിടുന്നു. അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് സമരം ശക്തമാക്കാനൊരുങ്ങി നാട്ടുകാർ. മെയ് 19 നിൽപ്പ് സമരം ആരംഭിക്കാനാണ് സമരസമിതിയുടെ പുതിയ തീരുമാനം. കാസർഗോഡ് നഗരത്തിൽ അടച്ചുപൂട്ടിയ വിദേശ മദ്യവിൽപ്പനശാല കൂളിക്കുന്നിലേക്ക് മാറ്റാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് മദ്യഷാപ്പ് വിരുദ്ധ സമരസമിതി നടത്തുന്ന അനിശ്ചിതകാല സമരം തുടരുകയാണ്. 75 ദിവസം പിന്നിട്ടിട്ടും ഒരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് സമരം വീണ്ടും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നിൽപ്പ് സമരം തുടങ്ങാനാണ് സമരസമിതിയുടെ തീരുമാനം. മെയ് 19 നടത്തുന്ന നിൽപ്പ് സമരം ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റ് കലക്ടർ അബ്ദുൽ ഖാദർ ഹാജി ഉദ്ഘാടനം ചെയ്യും. വിവിധ കക്ഷിമത രാഷ്ട്രീയ നേതാക്കളും പ്രദേശത്തെ ആരാധനാലയങ്ങളുടെ ഭാരവാഹികളും കുടുംബശ്രീ പ്രവർത്തകരും സമരത്തിൽ പങ്കാളികളാകും. മദ്യഷാപ്പ് വിരുദ്ധ പ്രതിഷേധമായി ചിത്രസമരം, മനുഷ്യമതിൽ, കഞ്ഞിവയ്പ് സമരം തുടങ്ങി വിവിധ പ്രതിഷേധങ്ങൾ സമരത്തിന്റെ ഓരോ ദിവസങ്ങളിലായി നടത്തിയിരുന്നു. സമരസമിതി ചെയർമാൻ ഗോപാലൻ നായർ എടച്ചാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിനീത് അണിഞ്ഞ, മുഹമ്മദ് കുഞ്ഞി, T. പവിത്രൻ, മുഹമ്മദ് കുഞ്ഞി കുളത്തിങ്കാൽ തുടങ്ങിയവർ സംസാരിച്ചു. സർഗപരമായ കഴിവുകളെ കലാചാരുതയോടെ ആവിഷ്കരിച്ച് കലാരംഗത്ത് പുതുവഴി തേടുകയാണ് പെരുവാമ്പയിലെ പുതിയ വീട്ടിൽ രതീഷ് എന്ന കലാകാരൻ. കരകൗശല നിർമ്മാണത്തിൽ രതീഷിന്റെ അസാമാന്യമായ പ്രാവീണ്യം തെളിയിച്ചിരിക്കുന്നത് ലോകപ്രശസ്തമായ ശബരിമല ക്ഷേത്ര സമുച്ചയത്തിന്റെ മാതൃക അതേപടി മരത്തിൽ ആവിഷ്കരിച്ചിട്ടാണ്. സർഗപരമായ കഴിവുകളെ കലാചാരുതയോടെ ആവിഷ്കരിച്ച് കലാരംഗത്ത് പുതുവഴി തേടുകയാണ് പെരുവാമ്പയിലെ പുതിയ വീട്ടിൽ രതീഷ് എന്ന കലാകാരൻ. കരകൗശല നിർമ്മാണത്തിൽ രതീഷ് തൻ്റെ അസാമാന്യ പ്രാവീണ്യം തെളിയിച്ചിരിക്കുന്നത് ലോകപ്രശസ്തമായ ശബരിമല ക്ഷേത്ര സമുച്ചയത്തിൻ്റെ മാതൃക അതേപടി മരത്തിൽ ആവിഷ്കരിച്ചാണ്. ജീവധർമ്മത്തിലെ പാവങ്ങൾ 18 പടികളിൽ നിവേദിച്ച് ആശ്വാസം കണ്ടെത്തുന്ന ഭക്തന്റെ മനസ്സോടെയാണ് രതീഷ് ശബരിമലയുടെ പൂർണ്ണശില്പം മരക്കൂട്ടിൽ ഒരുക്കിയെടുത്തിരിക്കുന്നത്. വ്രതനിഷ്ഠയുടെ നാളുകളിൽ ചിട്ടയോടെ നീങ്ങുന്ന സ്വാമിപാദരുടെ വഴികളെപ്പോലെ ക്രമമായ പ്രവർത്തനങ്ങളിലൂടെയുള്ള പരിശ്രമമാണ് രതീഷിന്റെ വിജയത്തിന് അടിസ്ഥാനം. കലാസ്വാദന നിർമ്മാണ രംഗത്ത് സജീവമായ രതീഷ് പെരുവാമ്പയിലെ തങ്കച്ചൻ ലക്ഷ്മി ദമ്പതികളുടെ മകനാണ്. സഹോദരിയും ബ്യൂട്ടീഷ്യയുമായ രജനിയുടെ പ്രചോദനം തൻ്റെ കലാരംഗത്ത് ഏറെയുണ്ടെന്ന് രതീഷ് പറയുന്നു. ശില്പനിർമ്മാണത്തിൽ ചെറുപ്പം മുതലേ പ്രാവീണ്യം തെളിയിച്ച രതീഷ് BA കമ്പ്യൂട്ടർ ഡിസൈനിങ്ങിന് ശേഷം അച്ഛൻ്റെ ഒപ്പം ഫർണിച്ചർ കടയിൽ തൊഴിലെടുക്കുകയാണ് ഇപ്പോൾ. വിശ്വാസികൾക്ക് ദർശന സുഹൃതം പകർന്നു നൽകുന്ന ശബരിമലയുടെ തനിപ്പകർപ്പ് ആകർഷണത്തിലും ആസ്വാദ്യതയിലും മാറ്ററിഞ്ഞ് നിർമ്മിക്കാൻ ശ്രമിച്ചത് ഈ രംഗത്ത് മറ്റാരും ചെയ്യാത്ത മാതൃകയാവട്ടെ എന്ന് കരുതിയാണെന്ന് രതീഷ് പറയുന്നു. മറ്റുള്ളവർ ചെയ്യാത്തത് എന്തെങ്കിലും നമ്മൾ സ്പെഷ്യലായി ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള മൂല്യം കിട്ടും. അതിനുവേണ്ടി ചെയ്യുന്നത് ഇത്ര മുകളിലെടുത്തു രാത്രിയും പകലും അധ്വാനിച്ചു.
ഇതിനു പുറമെ വിവിധ തെയ്യങ്ങളുടെയും കലാഭംഗിയാർന്ന ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ മുച്ചിലോട്ട് ഭഗവതി, പാലോട്ട് ദൈവം, അച്ചിത്തെയ്യം, താജ്മഹൽ, പിസാഗോപുരം തുടങ്ങിയവയെല്ലാം രതീഷിൻ്റെ കലാനൈപുണ്യവും സാമർഥ്യവും പ്രകടമാക്കുന്നതാണ്. കലാരംഗത്തും സിനിമാ കലാരംഗത്തും സജീവമാകണം എന്ന മോഹമുള്ള രതീഷ് ഇതിനകം ചന്ദ്രഗിരി, ബദൽ തുടങ്ങിയ സിനിമകളിലും ഏതാനും പരസ്യചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. മുൻകാലത്ത് പഴയ കടുന്തുണി ചിത്രങ്ങളുടെ ലോകത്തു നിന്നും ശില്പചിത്രങ്ങളിലൂടെ പുതിയ വ്യാഖ്യാന രൂപങ്ങളും പ്രതിബിംബ ഭാവനകളും നിർമ്മിച്ചെടുക്കാൻ സാമ്പത്തിക പ്രയാസം രതീഷിന് തടസ്സമാണ്. കലാശില്പ നിർമ്മാണത്തിൽ വേറിട്ട ആവിഷ്കാരവും അസാധ്യമായ ആശയ വൈശിഷ്ട്യവും തെളിയിച്ച് പ്രമുഖരുടെയും പ്രശസ്തരുടെയും ഇടയിലേക്ക് നടന്നെടുക്കാനുള്ള ശ്രമത്തിന് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് രതീഷിന് എല്ലാവിധ പ്രോത്സാഹനം നൽകുമെന്ന് നാട്ടുകാരനും പഞ്ചായത്ത് അംഗവുമായ പി ബാലകൃഷ്ണൻ പറഞ്ഞു. നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ഇത്തരം കലാകാരന്മാരുടെ കഴിവും സാധ്യതയും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി എന്തുകൊണ്ടോ സാധിക്കുന്നില്ല. പുതിയ കാലഘട്ടത്തിൽ നമുക്ക് നല്ല രീതിയിൽ ഈ കഴിവുള്ള രതീഷിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം. നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോത്സാഹനവും നൽകുന്നതായിരിക്കും. ആധുനിക യുഗത്തിൽ പരീക്ഷണ വിധേയമാകുന്ന സമൂഹത്തിൻ്റെ ഭാവതലങ്ങളാണ് ഈ കലാശില്പിയുടെ മനസ്സിലും ഇതിൽ വിരിയുന്നത്. പുതിയ തലമുറയുടെ രുചിഭേദങ്ങളെ കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുമ്പോൾ വിഷാദം കളഞ്ഞ പ്രസാദമുണ്ടാക്കുന്ന ദേവമാർഗത്തിലെ ഈ കലാശില്പിക്കും തൻ്റെ ലക്ഷ്യത്തിലെത്താൻ സഹായഹസ്തം അത്യാവശ്യമാണ്. ശബരിമലയിൽ തങ്കസൂര്യോദയം ഈ സംക്രമപുലരിയിൽ അഭിഷേകം. അണങ്കൂരിൽ സുന്നി മുജാഹിദ് ആദർശ മുഖാമുഖത്തിന് വേദിയൊരുങ്ങുന്നു. മെയ് 21-ന് അണങ്കൂർ ജംഗ്ഷനിൽ നടക്കുന്ന പരിപാടി MA ഖാസിം മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പുതിയ തലമുറയ്ക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ പറഞ്ഞുകൊടുക്കാനും സംശയങ്ങൾ ദൂരീകരിക്കുവാനും വേണ്ടിയാണ് SKSSF അണങ്കൂർ ക്ലസ്റ്റർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ് 21 ഞായറാഴ്ച അണങ്കൂർ ജംഗ്ഷനിൽ സുന്നി മുജാഹിദ് ആദർശ മുഖാമുഖം സംഘടിപ്പിക്കുന്നത്. പരിപാടി സമസ്ത വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി MA ഖാസിം മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ പണ്ഡിതൻ MT അബൂബക്കർ ദാരിമി മുഖാമുഖത്തിന് നേതൃത്വം നൽകും. ഞങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഞങ്ങളുടെ ആശയാദർശങ്ങൾ പൊതുജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കുകയും ഇതിനെതിരെ സമസ്തയുടെ ആശയത്തിനെതിരെ ആർക്കെങ്കിലും ഞങ്ങളിൽ നിന്നുള്ള പോരായ്മകൾ എന്തുണ്ടെങ്കിലും അവിടെ വന്നിട്ട് ഞങ്ങളോട് സംവദിക്കാൻ, ഞങ്ങളോട് മുഖാമുഖം ഞങ്ങളോട് ചോദിക്കാനുള്ള ഒരു വേദി ഞങ്ങൾ അണങ്കൂരിൽ തയ്യാറാക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ അവിടുത്തെ പ്രദേശത്തെ മുജാഹിദ് വിഭാഗക്കാരൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അവർ വന്നിട്ട് അവർക്ക് എന്ത് വേണമെങ്കിലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്ത് ചോദിച്ചാലും അതിന് പൊതുവേദിയിൽ തന്നെ മറുപടി നൽകുകയും. വാർത്താ സമ്മേളനത്തിൽ ഇർഷാദ് ഹുദവി ബിദിര, ഷിഹാബ് അണങ്കൂർ, ഫറൂഖ് ദാരിമി കൊല്ലമ്പാടി, ഹാരിസ് ബിദിര, ഹാഷിം ഹുദവി അണങ്കൂർ, അബ്ദുസലാം മൗലവി, സാലിം ചുരുവളപ്പിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ വെള്ളാട്ട് ഗവൺമെന്റ് LP സ്കൂളിൽ വജ്ര ജൂബിലി ആഘോഷ പരിപാടികൾക്ക് തിരിതെളിഞ്ഞു. ഒരു വർഷം നീളുന്ന പരിപാടികൾ P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. 2018 മാർച്ച് വരെ നീണ്ടുനിൽക്കുന്ന വജ്ര ജൂബിലി ആഘോഷ പരിപാടികൾക്കാണ് വെള്ളാട്ട് ഗവൺമെന്റ് LP സ്കൂളിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. കയ്യൂർ ചീമേനി പഞ്ചായത്ത് പ്രസിഡന്റ് K ശകുന്തള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ P കരുണാകരൻ MP വജ്ര ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മുൻ പ്രധാനാധ്യാപകരായ K ശ്രീധരൻ, C പത്മനാഭൻ, C നാരായണൻ എന്നിവരെ MP പൊന്നാട അണിയിച്ച് ആദരിച്ചു. C പത്മനാഭൻ മാസ്റ്ററാണ്. അദ്ദേഹത്തെ MP പൊന്നാടി അണിയിച്ച് ആദരിക്കുന്നു. ടീച്ചറാണ്. സ്നേഹപൂർവ്വം ടീച്ചറെ ആദരവേറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. കയ്യൂർ ചീമേനി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ഗംഗാധരൻ വിദ്യാലയ വികസന രേഖ പ്രകാശനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് PV പവിത്രൻ ഏറ്റുവാങ്ങി. സ്കൂൾ പ്രധാനാധ്യാപിക KV പൂമണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം U സുമിത്ര, പഞ്ചായത്ത് അംഗം K ഷീന എന്നിവർ സംസാരിച്ചു. K പ്രമിത സ്വാഗതവും PV പവിത്രൻ നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും കലാപരിപാടികൾ അവതരിപ്പിച്ചു. ചെറുവത്തൂർ കൈതക്കാട് നിർമ്മാണം പൂർത്തിയായ ബൈത്തുറഹ്മ വീടിന്റെ താക്കോൽദാനം നടന്നു. UAE KMCC നിർമ്മിച്ചു നൽകുന്ന 5 വീടുകളിൽ ഒന്നാണിത്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ചെർക്കളം അബ്ദുള്ള താക്കോൽദാന ചടങ്ങിലെ മുഖ്യ അതിഥിയായിരുന്നു. പയ്യങ്കി AC അഹമ്മദ് ഹാജി നഗറിൽ നടന്ന ചടങ്ങിൽ
മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ചെർക്കളം അബ്ദുള്ള ബൈത്തുൽ റഹ്മയിലെ ആദ്യം നിർമ്മാണം പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. KMCCയുടെ വിവിധ കമ്മിറ്റികൾ വിവിധങ്ങളായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും സന്തോഷവും അതിലേറെ അഭിമാനവും നൽകുന്ന കാര്യമാണ്. ദീർഘമായി ഞാൻ അക്കാര്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ലക്ഷ്യ പ്രവർത്തനങ്ങളൊന്നാണ് ജീവകാരുണ്യ പ്രവർത്തനം. ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയും എല്ലാ പ്രവർത്തകന്മാർക്കും അല്ലാഹു സർവ്വവിധ ആനുകൂല്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. UAE KMCC സ്വന്തമായി വീടില്ലാത്തവർക്ക് നിർമ്മിച്ചു നൽകുന്ന 5 ബൈത്തുൽ റഹ്മയിലെ ആദ്യ വീടാണ് ഇത്. TK അബ്ദുൽ ഖാദർ ഹാജി അധ്യക്ഷനായിരുന്നു. മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും നേതാക്കളും KMCC പഞ്ചായത്ത് മണ്ഡലം നേതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു. അൻസാരി തില്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി. കാഞ്ഞങ്ങാട് നഗരത്തിൽ KSTPയുടെ റോഡ് പണി ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. AITUCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ KSTPയുടെ റോഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഓവുചാൽ ഉൾപ്പെടെ പൂർത്തിയാക്കാതെയാണ് റോഡ് നിർമ്മാണം നടക്കുന്നത്. പലയിടങ്ങളിലും റോഡിന്റെ മധ്യത്തിൽ ചാല് കീറിയ നിലയിലാണ്. നിർമ്മാണ പ്രവർത്തനം ഇഴയുന്നതിൽ പ്രതിഷേധിച്ച് AITUC നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ടൗണിൽ പ്രകടനം നടത്തി. AITUC നേതാക്കളായ A ദാമോദരൻ, CK ബാബുരാജ്, A തമ്പാൻ, KV കുഞ്ഞമ്പു, K ഷാർങ്ങധരൻ, രാജൻ കുഴിഞ്ഞാടി, KK വത്സലൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. സമസ്ത നേതാക്കൾക്ക് സ്വീകരണവും പൊതുസമ്മേളനവും 19-ന് വൈകിട്ട് 6 മണിക്ക് നടക്കും. പള്ളിക്കര സംയുക്ത ജമാഅത്താണ് സ്വീകരണം ഒരുക്കുന്നത്. പള്ളിക്കര ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കൾക്ക് സ്വീകരണം ഒരുക്കുന്നു. 18-ന് വൈകിട്ട് നടക്കുന്ന സ്വീകരണ പൊതുസമ്മേളനം പള്ളിക്കര സംയുക്ത ജമാഅത്ത് ഖാസി പൈവള്ളിക അഹമ്മദ് ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ത്വാഗ അഹമ്മദ് അൽ അസരി അനുഗ്രഹ പ്രഭാഷണം നടത്തും. UM അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ, AM കാസിം മുസ്ലിയാർ എന്നിവർ സംസാരിക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നതരായ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാർക്ക് പള്ളിക്കര സംയുക്ത ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 19-ാം തീയതി മറ്റന്നാൾ വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് പള്ളിക്കര കല്ലിങ്കാലിൽ വെച്ച് ഉറപ്പിച്ച ഒരു പൊതുസമ്മേളനത്തിൽ സ്വീകരണം നൽകപ്പെടുകയാണ്. മർഹൂം CH അബ്ദുല്ല മുസ്ലിയാർ നഗറിൽ വെച്ചാണ് ഈ സ്വീകരണം നൽകപ്പെടുന്നത്. കല്ലിങ്കാൽ CH അബ്ദുള്ള മുസ്ലിയാർ നഗറിൽ പൊതുസമ്മേളനം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ PA അബൂബക്കർ ഹാജി, TP കുഞ്ഞബ്ദുള്ള ഹാജി, KM അബ്ദുൾ റഹ്മാൻ ഹാജി, KEA ബക്കർ, P മുഹമ്മദ് കുഞ്ഞി ഹാജി എന്നിവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കാസർഗോഡ് നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്ന ബാവിക്കര റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. 27 കോടി രൂപ ചിലവ് കണക്കാക്കുന്ന പദ്ധതി രേഖ പൂർത്തിയായി. കുമ്പള ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ വൻ കവർച്ചാശ്രമം. 4 ലക്ഷത്തോളം വില വരുന്ന വെള്ളി ആഭരണങ്ങളും ഫലകങ്ങളും അടർത്തി മാറ്റിയ നിലയിൽ. ഓട്ടോയിൽ ടാങ്കർ ലോറി ഇടിച്ച് ഡ്രൈവർ മരണപ്പെട്ടു. കുമ്പള കോയിപ്പാടി കടപ്പുറം സ്വദേശി മുഹമ്മദ് റഫീഖാണ് മരണപ്പെട്ടത്. കേസുകൾ സംബന്ധിച്ച വിവരങ്ങൾ ആവശ്യക്കാർക്ക് ഇനി നേരിട്ട് ലഭ്യമാകും. കേന്ദ്ര സർക്കാരിന്റെ മാതൃകാ കോടതി പദ്ധതി പ്രകാരമാണ് ജില്ലയിൽ കിയോസ്കുകൾ അനുവദിച്ചത്. കാസർഗോഡ് നഗരത്തിലെ അടച്ചുപൂട്ടിയ വിദേശ മദ്യവിൽപ്പനശാല കൂളിക്കുന്നിലേക്ക് മാറ്റുന്നതിൽ പ്രതിഷേധിച്ചുള്ള സമരം 75-ാം ദിവസം പിന്നിടുന്നു. നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മെയ് 19-ന് നിൽപ്പ് സമരം സംഘടിപ്പിക്കും. ലോകപ്രശസ്തമായ ശബരിമല ക്ഷേത്ര സമുച്ചയത്തിന്റെ മാതൃക മരത്തിൽ ആവിഷ്കരിച്ച് പെരുവാമ്പയിലെ പുതിയ വീട്ടിൽ രതീഷ് മാതൃകയാകുന്നു. സർഗപരമായ കഴിവുകളെ കലാചാരുതയോടെ ആവിഷ്കരിച്ച് കലാരംഗത്ത് പുതുവഴി തേടുകയാണ് ഈ കലാകാരൻ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.